ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകൾ കൂടിയാണ് പറയാനുള്ളത്. ഒന്ന്, ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് 3 ഡിജിറ്റും ഒന്ന് 2 ഡിജിറ്റ് നമ്പേഴ്സുമാണ്. പക്ഷേ ഈ രണ്ട് നമ്പറും എന്താണ്? ബേസ് നമ്പറിൻ്റെ താഴെയുള്ള നമ്പറാണ്. ഒന്നാമത്തെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 995 എന്ന് പറയുന്നത് 1000-ന് താഴെയുള്ള നമ്പറും ഇത് 96 എന്ന് പറയുന്നത് 100-ന് താഴെയുള്ള നമ്പറുമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് 2 ഡിജിറ്റും 3 ഡിജിറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. സിമ്പിളാണ്, മെത്തേഡ് സിമ്പിളാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 96-ന് 2 ഡിജിറ്റ് ആയതുകൊണ്ട് അതിനെ 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടി അതിനൊരു 0 ആഡ് ചെയ്യുന്നു. ഇമാജിനറി ആയിട്ട് നമ്മളൊരു 0 കൊടുക്കുന്നു അവിടെ. അപ്പോൾ രണ്ടും എന്തായി? 3 ഡിജിറ്റ് ആയിട്ട് മാറി. പക്ഷേ ഈ 0 ഇവിടെ ഇല്ല. ഈ 0 നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻസർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നോക്കാം, രണ്ട് നമ്പർ എന്തായിട്ട് മാറി? 3 ഡിജിറ്റ് ആയിട്ട് മാറി. രണ്ടും 1000-ന് താഴെയുള്ള നമ്പറാണ്. ഇപ്പോൾ 1000 ആണ് അവിടെയുള്ള ബേസ് നമ്പർ എന്ന് പറയുന്നത് 1000 ആയി മാറി. ഇപ്പോൾ 1000 ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? 3 ലൈൻ ഇടണം, 3 zeros ചെയ്യണം. ഇനി നമ്മൾ നോക്കാം, 995 ആണ്. 995-ൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 1000 കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും. പിന്നെ 960 ആണെങ്കിൽ 1000 കിട്ടണമെങ്കിൽ എന്ത് വേണം? 40 ആഡ് ചെയ്യണം. 40 ആഡ് ചെയ്യണം അല്ലേ? 995 + 5 ആണ് 1000. 960 + 40 നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 40 × 5 എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 200 അതുപോലെ ഇവിടെ എഴുതാം. 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 3 പ്ലേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. 200 ഇനി ചെയ്യേണ്ടത് എന്താ? ഒന്നുകിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ളത് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. 960 - 5 ചെയ്യാം. 960 - 5 എന്ന് പറയുന്നത് 955 ആണ് അല്ലേ? അല്ലെങ്കിൽ 995 - 40 അതും എന്ത് തന്നെയാണ്? 955 ആണ്. പക്ഷേ ഇതല്ല ആൻസർ. നമ്മളിവിടെ സിമ്പിളായിട്ടൊരു 0 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 0 ആഡ് ചെയ്തിട്ടുണ്ട്. ആ 0 കൂടെ ആൻസറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 0 ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ 0 ഒന്ന് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 95520 ഇതായിരിക്കും ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? ബിലോ 1000-ഉം ബിലോ 100-ഉം വന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്തത്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് അതിന് ഫൈനൽ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. 9 സെയിം ആയിട്ടുള്ള നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. 995 × 85 എടുക്കാം. 85. ഓക്കെ, കുറച്ചുകൂടി താഴേക്ക് വരുന്ന നമ്പറാണ് 85. അപ്പോൾ നമുക്കറിയാം ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ 3 ഡിജിറ്റ് ആക്കണമെങ്കിൽ അവിടെ ഒരു 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഒരു 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെന്തായി മാറി? 850 ആയിട്ട് മാറി. പിന്നെ ചെയ്യേണ്ടത് 995 ആണെങ്കിൽ നമുക്കറിയാം +5 ഇവിടെ വേണം അല്ലേ? 1000 കിട്ടണമെങ്കിൽ 1000 ആണ് ബേസ് നമ്പർ. 850 ആകുമ്പോൾ എന്ത് കിട്ടണം? 150 വേണം. 150 വലിയൊരു നമ്പറാണ്. 150 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 1000 കിട്ടുള്ളൂ. ഇപ്പോൾ 1000 ആയതുകൊണ്ട് തന്നെ ഇവിടെ 3 ഡിജിറ്റ് ആണ്. 3 ബ്ലാങ്ക് പ്ലേസ് നമ്മൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 150 × 5 മൾട്ടിപ്ലൈ ചെയ്യണം. 150 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 750 ആണ്. 150 × 5 എന്ന് പറയുന്നത് 750 ആണ്. ആ 750 നമ്മൾ ഇവിടെ എഴുതുന്നു. 750 എഴുതി. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ബിലോ ആയതുകൊണ്ടാണ് നമ്മൾ സബ്ട്രാക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ 850-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 845 കിട്ടും. നമുക്കറിയാം ഇതല്ല ആൻസർ, കാരണം ഒരു 0 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 0 നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഈ 0 ക്യാൻസൽ ചെയ്ത് കളയാം. 84575 ഇതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പം ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്തത്. ഒരു സെഷനും കൂടെ ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ടിൽ ദെൻ ബൈ.